ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എക്സാം ഡേറ്റും അതുപോലെ ഒഫീഷ്യൽ സിലബസും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഒഫീഷ്യൽ സിലബസ്, അതുപോലെ എക്സാം ഡേറ്റ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നിവയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 432/2024 ആയിരുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFCയിലേക്ക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. എക്സാം ഡേറ്റ് 13/9/2025 സാറ്റർഡേ ആണ്. നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി 2025 ജൂലൈ 12 വരെയാണ്. അപ്പോൾ കൺഫർമേഷൻ ഇനിയും കൊടുക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും, അത് മറന്നു പോകരുത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ സിലബസിലേക്ക് നമുക്കൊന്ന് നോക്കാം. സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 10 മൊഡ്യൂൾസ് ആണുള്ളത്. ഓരോ മൊഡ്യൂൾസിൽ നിന്നും 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വീതം, അങ്ങനെ ആകെ 100 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ട്സ് ഫോർ എ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, financial accounts of a sole trader, trading and profit and loss accounts, balance sheet, partnership accounts, administration and retirement, dissolution of partnership firm, realization accounts and capital accounts, insolvency of a partner, accounting for consignment, final accounts of companies, computerized accounting and usage of software in preparation of accounts തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 2ലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻഷ്യൽ ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, types of dividend policies, factors determining dividend, theories of dividend policies, stock splits, stock repurchase എന്നിവയാണ് അവിടെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക് ആയിട്ട് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ, അതും 10 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ്. അവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിങ് ഫോർ ഓവർഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് മാനേജ്മെന്റ് എന്നീ ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി നാലാമത്തെ മൊഡ്യൂൾ 10 മാർക്കിന് മാനേജ്മെന്റ് ആണ് അവിടെ ആ ഒരു മൊഡ്യൂളിൽ വരുന്നത്. പ്രധാന ടോപ്പിക് മാനേജ്മെന്റ് ആണ്. അവിടെ നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്സ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കൺട്രോളിംഗ്, ഡിറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, അത് ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ അത് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അവിടെ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്സ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസ്, ബിസിനസ് സൈക്കിൾ തുടങ്ങിയവയാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ മൊഡ്യൂള് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത്. അവിടെ കമ്പനി ലോ ആണ്. അവിടെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ്, ഫംഗ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കമ്മിറ്റീസ്, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിംഗ് അപ്പ്, വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, വൈൻഡിംഗ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ കമ്പനി ലോയിൽ പ്രധാനമായിട്ടും നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഏഴാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അത് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അവിടെ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, procedure of public issue, book building process, secondary market, functions of stock exchange, dematerialization of securities, major stock exchanges in India, BSE, NSE, listing, regulatory framework of financial market എന്നീ ടോപ്പിക് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ടോപ്പിക് 7ൽ. ഇനി നമുക്ക് എട്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് എട്ടാമത്തെ മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അവിടെ ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കോൺസെപ്റ്റ്സ്, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ അസസി, ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം,
അതുപോലെ റേറ്റ്സ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ അസസി, ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, capital gain and other sources, computation of total income, deductions and exceptions, tax planning, income tax returns തുടങ്ങിയ ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. 9ാമത്തെ മൊഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അവിടെ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, product meaning, classification of product, concept of product item, product line and product mix, product life cycle, stages of PLC, promotion, concept of push and pull mix, type of promotions, advertising, personal selling, sales promotion and public relations എന്നീ ടോപ്പിക്കാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി 10ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 10 ഓഡിറ്റിംഗ്, ഓഡിറ്റ് പ്രോസസ്, internal check, preparation before audit, audit programs, audit process, audit notebook, audit working papers, audit files, internal control, internal check, vouching and verification, audit of joint stock companies investigations versus adulting. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഇങ്ങനെ ആകെ 10 മോഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിന് വീതം, അങ്ങനെ 100 മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിലബസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് PSC വളരെ എളുപ്പത്തിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യ റാങ്കിൽ എത്തുന്നതായിട്ടും അതിതീവ്ര ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഫോക്കസ് ബാച്ച് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവായും റെക്കോർഡഡ് സെഷൻസ് ആയും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പ് സപ്പോർട്ടിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്നതും മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ നോട്ട്സും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എൻറ്റയർ സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസുകളും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അഥവാ മോഡൽ എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് KFC അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണാവസരമാണ്. കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നതിനും അതോടൊപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനേക്കുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്